അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്താണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായിക്കൊണ്ട് എന്ത് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും അതിലെന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അടങ്ങിയിട്ടുണ്ടാകുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായിക്കൊണ്ടൊരു കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് നമുക്കൊരു മെച്ചവുമില്ല എന്ന് തോന്നുന്ന ഒരു കാര്യവും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല ദീനായിക്കൊണ്ട് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയുടെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ അതിവിശാലമായിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നത്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് നമ്മളത് അനുഭവിച്ചിട്ടില്ല എങ്കിലും അത് അനുഭവിക്കുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്ന് ചില മുൻകരുതലുകൾ എടുക്കാനും ഒന്ന് ഒരുങ്ങാനും വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ കൃത്യമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ കൃത്യമായിക്കൊണ്ട് നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തന്നൊരു വിഷയമാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബർസഖിൻ്റെ ഖബറിൻ്റെ ലോകത്തിൽ നമ്മൾ കടന്നു പോകാനുള്ള റൂട്ടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായിക്കൊണ്ട് വിവരിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും അതിൻ്റെ ഒരു വിശദമായൊരു തലത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഒരുപാട് ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഖബറിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഖബറിൽ എന്തായിരിക്കും ഒരു വ്യക്തിയുടെ മരണശേഷം സംഭവിക്കുക എന്നുള്ളത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിക്കൊണ്ട് അതിനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു വെറും വാക്കായിക്കൊണ്ട് കാണുവാനുള്ളതല്ല. നേരെ മറിച്ച് നമ്മളൊക്കെ കടന്നു പോകാനുള്ള ഞാനും നിങ്ങളുമൊക്കെ ഒരു മരണമെന്ന കവാടം വഴി പിന്നെ ബർസഖിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് കയറുമ്പോൾ നമ്മളൊക്കെ നടന്നു പോകാനുള്ള, സഞ്ചരിച്ചു പോകാനുള്ള ഒരു പാതയെക്കുറിച്ച് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ഗൗരവത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ മരണം മുതൽ പിന്നെ അങ്ങോട്ട് സംഭവിക്കേണ്ട ഫുൾ അത്ഭുതങ്ങളാണ്. നമ്മൾ ഈ ദുനിയാവിൽ കാണേണ്ട മാതിരി ഒന്നുമല്ല. ഒരു മരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നത് മുതൽ പിന്നെ കാണുന്നത് ഒക്കെ അത്ഭുതമാണ്. എൻ്റെ ഒരു വെറും വാക്കായിട്ട് പറഞ്ഞതല്ല. നേരെ മറിച്ചിട്ട് ഒരു അത്ഭുതത്തിൻ്റെ ലോകത്തിലേക്ക് ഒരു വ്യക്തി കയറുന്നു എന്നുള്ള അതിൻ്റെ വാതിലാണ്, അതിൻ്റെ താക്കോലിലാണ് അതിൻ്റെ മരണം, ഒരു വ്യക്തിയുടെ മരണം എന്ന് പറയേണ്ടത്. അതുകൊണ്ടാണ് അറാബികൾ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്നാണ് മതസ്സാ, എന്നാണ് ഒരു വ്യക്തിയുടെ അന്ത്യനാൾ, ഒരാൾക്കുള്ള അന്ത്യനാൾ, അതല്ലെങ്കിൽ അന്ത്യനാൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന, ആ സദസ്സിലിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക്, അതല്ലെങ്കിൽ ചെറിയൊരു കുട്ടിയിലേക്ക് ചൂണ്ടിയിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇൻ യഇശ് ഹാദാ ലം യുദ്രികുൽ ഹറമു ഖാമത അലൈക്കും സാഅതുക്കും. ആ ഒരു ചെറിയ വ്യക്തി ഉണ്ടല്ലോ, ഒരു ചെറിയ പ്രായക്കാരനായ ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി, ആ ഒരു വ്യക്തി വാർദ്ധക്യത്തിലെത്തുമ്പോഴേക്ക് നിങ്ങളുടെ ഖിയാമത്തൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ്. ആ ഒരു വ്യക്തി മരിച്ചുപോയി, ഒരുപാട് കാലങ്ങൾ പിന്നിട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു അന്ത്യനാളിനെ കുറിച്ചിട്ടല്ല. പിന്നെ എന്താണ് ആ സാഅത്ത് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഖാമത അലൈക്കും സാഅത്തുക്കും, നിങ്ങളുടെ മരണം അപ്പോഴേക്കും കടന്നു വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഖിയാമത്ത് നാൾ എന്നൊക്കെ പറയുമ്പോൾ ദജ്ജാൽ വരണം, ഈസാ നബി വരണം, ഇമാം മഹ്ദി വരണം, ഒരുപാട് അശറാത്തുകൾ, അതിൻ്റെ അടയാളങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് സമയമെടുത്ത്, അതല്ലെങ്കിൽ കുറച്ച് സമയമെടുത്ത് നടക്കുന്നതല്ലേ എന്ന് നമ്മൾ ആശ്വസിക്കുമ്പോഴേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അന്ത്യനാൾ എന്നുള്ളത് അവൻ്റെ മരണമാണെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മരിച്ചാൽ നമ്മൾ അന്ത്യനാൾ അവിടെ തുടങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് നിലക്ക് നോക്കുകയാണെങ്കിലും ഖബറിൻ്റെ ലോകം നമ്മൾ വിശദമായിക്കൊണ്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഖബർ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ടാവും, ഖബർ എന്ന് പറയുമ്പോൾ ഒരു 6 അടി മണ്ണിലേക്ക് നമ്മൾ മരിച്ചാൽ
ഒരു 6 അടി മണ്ണിലേക്ക് നമ്മളെ ചെരിച്ച് കടത്തിയിട്ട്, അതല്ലെങ്കിൽ ഒരു ലഹദ് എന്ന് പറയുന്ന ഒരു കുഴി പോലെയുള്ള അതിലേക്ക് കടത്തി, 2 വിധത്തിലുള്ള ഖബറാണ്, വിശദീകരിക്കുന്നില്ല. ആ 2 ഖബറിലേക്ക് ചെരിച്ച് കടത്തേണ്ട ഒരു മണ്ണിൻ്റെ ലോകമാണോ ഖബർ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ഖബർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബർസഖ് എന്ന് പറയേണ്ടതാണ്. എങ്ങനെ? ഖബർ എന്ന് പറയേണ്ടേക്കാൾ നല്ലത് ബർസഖ് എന്ന് പറയേണ്ടതാണ്. കാരണം ഒരു വ്യക്തി ഒരു ആകാശത്ത് ഒരു വിമാനം പൊട്ടിത്തെറിച്ച് മരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ബോഡിൻ്റെ പാർട്സ് ഒന്നും കിട്ടാനില്ല. മറ്റൊരു വ്യക്തി അദ്ദേഹം അത് കടലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ മുങ്ങിയിട്ട് ഭൂമിൻ്റെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ട് മത്സ്യങ്ങൾ തിന്നിട്ട് അദ്ദേഹം മരിക്കുകയാണ്. മറ്റൊരു വ്യക്തി റോട്ടിലൂടെ അങ്ങ് സഞ്ചരിക്കുമ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് ചെറിയ ചെറിയ തുണ്ടങ്ങളായിക്കൊണ്ട് മറ്റൊരു വ്യക്തി മരിക്കുന്നു. മറ്റൊരു വ്യക്തി ബോംബാക്രമണത്തിൽ മരിക്കുന്നു, മിസൈലാക്രമണത്തിൽ മരിക്കുന്നു. ഇവരൊന്നും ഒരുപക്ഷെ ഖബർക്ക് പോലെ എടുത്തു വെക്കാൻ ഒരു ബാക്കി ഉണ്ടാവില്ല. പിന്നെ അവർക്ക് ഖബറിൻ്റെ ലോകം എവിടെ എന്നുള്ള ചോദ്യം പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് അവർക്ക് ബർസഖിൻ്റെ ലോകം ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് ചോദ്യങ്ങളുണ്ട്. അവർക്ക് മരണം എന്നുള്ള യാഥാർത്ഥ്യത്തിന് മറ്റുള്ളവർക്കുള്ളതുപോലെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഭൂമിയിലേക്ക് ഇങ്ങനെ സൃഷ്ടിച്ച് അയച്ചിട്ടുണ്ട് എങ്കിൽ ആ ചിന്നിച്ചെറിയ ബോഡികളൊന്നും ഒരുമിച്ച് കൂട്ടിയിട്ട് ആ റൂഹിനൊന്നും എടുത്തിട്ട് ഒരു ഖബറിൻ്റെ ലോകം കൊടുക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ അക്കീദായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് അവർക്കെല്ലാവർക്കും ഒരു ബർസഖിൻ്റെ ലോകം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ബർസഖ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ 1-2 ഇടത്ത് വിശദീകരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞത് 2 കടലുകൾക്കിടയിലുള്ള മറയെക്കുറിച്ചിട്ടാണ്. 2 വ്യത്യസ്തമായ 2 കടലുകൾക്കിടയിൽ 2 ഉപ്പുവെള്ളവും അല്ലാത്തതും തമ്മിൽ ലയിക്കുന്നിടത്തൊരു മറയുണ്ട് എന്ന് വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പ്രയോഗം ബർസഖ് എന്നുള്ളതാണ്. അഥവാ അതിൻ്റെ അർത്ഥം മറ എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ ദുനിയാവിലെ ജീവിതത്തിനും അവൻ്റെ മരണത്തിനും ഇടയ്ക്കുള്ള അതല്ലെങ്കിൽ മരണത്തിന് ശേഷവും ഒരു ജീവിതത്തിനും ഇടയ്ക്കുള്ള ഒരു മറയാണ് അവൻ്റെ ബർസഖ് എന്ന ലോകം എന്ന് പറയുമ്പോൾ ആ പദം അറിയിക്കേണ്ടത് തന്നെ ആ ഒരു അർത്ഥത്തിലാണ്. ഒരു മറ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. ഒരു വ്യക്തിയുടെ മരണം ഇങ്ങനെ മുന്നിൽ കാണേണ്ട സമയത്ത് അവൻ പറഞ്ഞു പോകേണ്ട വാക്കുകളാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു വ്യക്തി പറഞ്ഞു പോവുകയാണ്, റബ്ബെ ഒരു ചാൻസും കൂടി ദുനിയാവിലേക്ക് ഒരു ചാൻസും കൂടി അദ്ദേഹം 5 സ്ഥലങ്ങളിലോളം ആ ഒരു വാക്ക് പറഞ്ഞത് മറന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് എന്ന് നമുക്ക് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹദീസ് ആയത്തുകളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ മരിക്കേണ്ട സമയത്ത് ഒന്ന് പറയും, പിന്നെ അവനെ പരലോകത്തെത്തുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ട സമയത്ത്, തല താത്തിക്കൊണ്ട് നിൽക്കേണ്ട സമയത്ത് അവൻ വീണ്ടും പറയുന്നതാണ്. അങ്ങനെ ഒരുപാട് സമയങ്ങളിൽ പിന്നെ നരകത്തിലേക്ക് എടുത്തെറിയപ്പെട്ട് നരകത്തിൽ കത്തിജ്വലിക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് ചോദിച്ചതൊക്കെ മറന്നിട്ട് അവൻ വീണ്ടും ചോദിക്കും, റബ്ബെ ഒരു ചാൻസും കൂടി. അങ്ങനെ 5ഓളം സ്ഥലങ്ങളിൽ അവൻ ആവർത്തിച്ച് ചോദിക്കും. നേരത്തെ റബ്ബ് കൊടുക്കാത്തൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അത്തരം ഒരു ഭീകരമായൊരവസ്ഥയിൽ മരണം കടന്നു വരുമ്പോൾ ഒന്നാമതായിക്കൊണ്ട് ആവശ്യപ്പെടുകയാണ്, റബ്ബെ ഒരു ചാൻസും കൂടി, ഒരു അസ്തഗ്ഫിറുല്ലാഹ് കൂടി പറഞ്ഞിട്ട് പോകാം, ഒരു ചാൻസും കൂടി എന്ന് ചോദിക്കുന്ന ആ ഒരു സമയത്ത് അവൻ പറയുകയാണ്, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. ഞാൻ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ വിട്ടുപോയ, മറന്നുപോയ, ചെയ്യാൻ മടിച്ചുപോയ ഒരുപാട് കാര്യങ്ങൾ, അമൽ സ്വാലിഹാത്തൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഫീമാ തറക്ത്, ഞാൻ വിട്ടേച്ചു പോയതൊക്കെ. കല്ല, റബ്ബ് പറയേണ്ട വാക്കാണ്, കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ. അവൻ പറയേണ്ടത് വെറും വർത്തമാനമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയണം. ആ ഒരു മരണം മുതൽ അവനുള്ളതിന് ബർസഖിൻ്റെ ലോകമാണ്. അവൻ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ അവനുള്ളത് ബർസഖിൻ്റെ ലോകമാണ് എന്ന് ബർസഖ് എന്ന പദം തന്നെ പ്രയോഗിച്ചുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയേണ്ടത്, വഹുവ മാ ബൈന ദുനിയ വൽ ആഖിറ. ഒരു വ്യക്തിയുടെ ദുനിയാവും ആഖിറത്തും തമ്മിലുള്ള ഇടയിലുള്ള ഒരു ചെറിയ ഒരു ലോകമാണ്, ചെറുതെന്ന് പറയാൻ പറ്റൂല, ഒരു ലോകമാണ് അവൻ്റെ ബർസഖ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ബർസഖിൻ്റെ ലോകങ്ങളെക്കുറിച്ച് വിശദമായിക്കൊണ്ട് പഠിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ബർസഖിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മയ്യത്ത്, ഒരാൾ മരിച്ചാൽ പിന്നെ അവനക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. പരലോകത്തിൽ ബർസഖിൻ്റെ ലോകത്തുള്ള ചോദ്യങ്ങൾ അവന് ഉണ്ടാകുമെന്ന് മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും റൂഹിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മരിച്ചാൽ പിന്നെ റൂഹും ജസദും അഥവാ ശരീരവും റൂഹും തമ്മിൽ വേർപ്പെടണം, ആത്മാവും ശരീരവും തമ്മിൽ വേർപ്പെടേണ്ട അവസ്ഥയാണ് മരണം എന്ന് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ റൂഹിനായിരിക്കും ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു പ്രയാസങ്ങൾ, ചോദ്യം ചോദിക്കലൊക്കെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, ആ ഒരു ശരീരത്തിനു കൂടി അതിൻ്റെ പ്രയാസങ്ങൾ
ഉണ്ടാവും. അതിൻ്റെ സമയത്ത് നമ്മൾ വിശദീകരിക്കുക. ശരീരത്തിലേക്ക് റൂഹിനെ മടക്കി കൊടുക്കുന്നതൊക്കെ നമുക്ക് ഹദീസുകളിൽ വായിക്കുവാൻ സാധിക്കും എന്നുള്ളത്. ഇത് തന്നെയാണ് അഹ്ലുസുന്നയുടെ അഖീദയായിക്കൊണ്ട് നമ്മുടെ വിശ്വാസമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നുണ്ട്. 4 ഘട്ടങ്ങൾ. ഒന്ന് ഉമ്മാൻ്റെ വയറ്റിൽ ഒരു 10 മാസം, അതാണ് ഉമ്മാൻ്റെ വയറ്റിലുള്ള നമ്മുടെ കാലഘട്ടം. മറ്റൊന്ന് ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നിട്ട് നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-70 അതല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. അത്രത്തോളം നമ്മുടെ ആയുസ് ഉണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിലുള്ളതുകൊണ്ട് നമുക്ക് ലൈലത്തുൽ ഖദർ എന്നുള്ളൊരു മഹത്തായ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ മഹത്തായ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞിട്ടുള്ള ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിച്ചു. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, എന്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഒരു ലൈലത്തുൽ ഖദർ ലഭിച്ചത്, മറ്റുള്ള ഉമ്മത്തിന് ലഭിക്കാത്ത എന്തിനാണ് ലഭിച്ചത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ 950 വർഷക്കാലം പ്രബോധനം മാത്രം ചെയ്തിട്ടുണ്ട്. പ്രബോധനം മാത്രമായിക്കൊണ്ട് അദ്ദേഹത്തിന് 950 വർഷക്കാലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. പ്രബോധനം മാത്രമായിട്ട്. അദ്ദേഹത്തിന് ആയുസ് വേറെയാണ്. അത്ര കാലത്തോളം ജീവിച്ച് അദ്ദേഹത്തിന് അത്ര കാലം അമൽ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് എന്നുള്ളതൊക്കെ നമുക്കുള്ളത് ഒരു 60-70 വയസ്സ് നമുക്ക് ജീവിക്കാൻ അമൽ ചെയ്യാനുള്ള അവസരമുള്ളൂ. മൻ തോല ഉമറുഹു വഹസുന അമലുഹു. ഒരു വ്യക്തി ഏറ്റവും നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരുപാട് കാലഘട്ടം ജീവിക്കാൻ പറ്റിയിട്ട് അവൻ്റെ അമലുകൾ നന്നാവാൻ ഓനകളും വലിയ നല്ല ആളില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം നമുക്ക് ആയുസ് ലഭിച്ചിട്ടില്ല. നേരെ മറിച്ച് നമുക്ക് അതിനപ്പുറം മറികടക്കാനുള്ള അവസരം 10 ദിവസം കൊണ്ട് ലഭിക്കുന്നു. വല്ലാത്തൊരു ഓഫറാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകേണ്ടത്. ഒരുപാട് കാലം ജീവിച്ച ഒരു പക്ഷേ തെറ്റുകൾ ഒരുപാട് അതിൻ്റെ ഒപ്പം വന്നേക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 ദിവസം ഒന്ന് ഒരുങ്ങി നിന്നാൽ നമുക്ക് ആ ഒരു മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റിയതിനേക്കാൾ കൂടുതൽ അമലുകളൊക്കെ ഒരു പക്ഷേ ആ ഒരു കാലഘട്ടത്തിനേക്കാളും കൂടുതൽ അമലുകൾ നമുക്ക് ചെയ്യാൻ പറ്റിയേക്കാം എന്നുള്ള ഒരു ഓഫറായിക്കൊണ്ടാണ് ലൈലത്തുൽ ഖദർ നമ്മൾ കാണേണ്ടത് എന്ന് പണ്ഡിതന്മാർ ഇതിനോട് വിശദീകരിച്ചതായിക്കൊണ്ട് സാന്ദർഭികമായിക്കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒരു വ്യക്തിയുടെ 3ാമത്തെ ലോകം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മരണശേഷമുള്ള ബർസഖിൻ്റെ ലോകമാണ്. അതുപോലെ തന്നെ 4ാമത്തെ ലോകം എന്നുള്ളത് പിന്നെ പരലോകമാണ്. പരലോകം എന്ന് പറയുമ്പോൾ സ്വർഗ്ഗ നരകങ്ങൾ അടക്കമുള്ള പിന്നെ ആ ഒരു ലോകം. ആ ഒരു കാലഘട്ടം മാത്രം നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു 10 മാസമാണ് നമ്മൾ ഉമ്മാൻ്റെ വയറ്റിലുണ്ടാകുക. അത്ര നമ്മൾ ഉണ്ടാവുള്ളൂ. ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പുറത്ത് വന്നാൽ നമുക്കൊരു 60-70 വയസ്സ്, കുറച്ചും കൂടി കൂടി. ഒരു വ്യക്തി മരിച്ചാൽ പിന്നെ അവൻ്റെ ബർസഖിൻ്റെ ലോകം എന്ന് പറയേണ്ടത് പിന്നെ നൂറ്റാണ്ടുകളാണ്. പിന്നെ ഒരുപാട് കാലമാണ് അദ്ദേഹത്തിൻ്റെ ബർസഖിൻ്റെ ലോകം കിടക്കേണ്ടത്. പിന്നെ പരലോകം എന്ന് പറയുമ്പോൾ അതിൻ്റെ കണക്കില്ല, അതിന് എൻഡില്ല, ഒരു അവസാനമില്ലാത്ത ലോകമാണ് പരലോകം എന്ന് പറയുമ്പോൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60-70 വയസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓടി പണിയെടുക്കുന്നുണ്ട്. ഒരുപാട് ബിസിനസ്സിൻ്റെ തലവേദനകൾ നമുക്ക്, സമ്പാദിക്കുന്നതിൻ്റെ തലവേദന, ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക്. അതിനു വേണ്ടിയിട്ട് നൈറ്റ് ടൈം ഡ്യൂട്ടി എടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ എക്സ്ട്രാ ജോലി എടുക്കുന്ന ആളുകൾ, ഒരുപാട് സമ്പാദിക്കാൻ വേണ്ടി ഓടി നടക്കേണ്ട ആളുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ 60-70 വയസ്സിന് നമ്മൾ ഇത്ര കണ്ട് ഒരുക്കുന്നുണ്ട് എങ്കിൽ നമുക്കിനി നൂറ്റാണ്ടുകളോളം ജീവിക്കാനുള്ള, അതല്ലെങ്കിൽ വിശാലമായിക്കൊണ്ടൊരു എൻഡില്ലാതെ ജീവിക്കാനുള്ള പരലോകത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം നമ്മൾ ആ ദുനിയാവിനെ തട്ടിച്ചു നോക്കിയാൽ മതി. അത്രത്തോളം നമ്മൾ ഒരുങ്ങുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട വിഷയമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബർസഖി ലോകത്തൊരു വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഒരു വ്യക്തിയുടെ മരണം അവൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നതോടുകൂടി അവൻ്റെ ബർസഖിൻ്റെ ലോകം ആരംഭിക്കുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ആ മരണത്തിൻ്റെ ഒരു വാതിലിലൂടെ അവൻ ബർസഖിൻ്റെ ലോകത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വിശദീകരിക്കുന്ന ഹദീസിൽ, ഇതിൻ്റെ സുദീർഘമായ ഒരു ഹദീസിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയായ ഒരു വ്യക്തി മരണപ്പെട്ട സമയത്ത് ആ ഒരു വ്യക്തിയുടെ ഖബറിനരികിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിൻ്റെ അടക്കം വെക്കാൻ സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ അവിടെ ഇങ്ങനെ ഇരുന്നു. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജലസ്നാ ഹൗലഹു. സ്വഹാബത്തിന് ചുറ്റും കൂടി ഇങ്ങനെ റസൂലിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ വിശദീകരിക്കുന്നുണ്ട് പണ്ഡിതന്മാർ, സഹാബത്ത് വിശദീകരിക്കുകയാണ്, ഞങ്ങളെ തലയിൽ പക്ഷിയുള്ളതുപോലെ അത്രയും ശ്രദ്ധിച്ചാൽ റസൂൽ എന്തെങ്കിലും പറയുമെന്ന് കരുതിയിട്ട് ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി ഇങ്ങനെ നിലത്ത് ഇങ്ങനെ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് റസൂൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ നമുക്ക് ടെൻഷൻ ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന പോലെ റസൂൽ കരീം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ. നിങ്ങൾ സ്വഹാബത്തിനോട് പറയേണ്ടത്, നമ്മളോടല്ല.
നമ്മളോട് നിലയിൽ അപ്പുറം അത് പറയേണ്ടത് സ്വഹാബത്തിനോടാണ്. എത്രയോ അമലുകൾ മുന്നേറിയ, എത്രയോ നന്മകൾ മുന്നേറിയ സ്വഹാബത്തിനോടാണ് പറയേണ്ടത്. ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നിങ്ങൾ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും നിങ്ങൾ രക്ഷ തേടിക്കൊള്ളിട്ടോന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറങ്ങിയിട്ട് ആ വഹി നിങ്ങൾ റസൂൽ ആലോചിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന്. വമറത്തൈനി ഔ സലാസ, റസൂൽ 2 or 3 തവണ അതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. നമ്മൾ ഒരേ കാര്യം ആവർത്തിച്ച് പറയേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം നമുക്ക് ആലോചിച്ച് നോക്കാം. അത് റസൂലാണ് പറയേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം നമ്മൾ ആലോചിച്ച് നോക്കണം. പിന്നീട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിൻ്റെ രൂപം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. നല്ല വ്യക്തികൾക്ക് നല്ല രൂപത്തിലുള്ള മലക്കുകൾ വരുന്നു, അതേപോലെ തന്നെ മോശമായ വ്യക്തികൾക്ക് മോശ രൂപത്തിലുള്ള മലക്കുകൾ വരുന്നു എന്നൊക്കെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ വിശദീകരിക്കുന്നു. ഞാൻ മരണത്തിൻ്റെ വിശദീകരണം അല്ല പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. എന്നിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഹത്താ യൻതഹൗ ബിഹാ ഇലാ സമാഇദ് ദുനിയ. അങ്ങനെ ഒരു വ്യക്തിയുടെ റൂഹിനെ പിടിച്ചിട്ട്, നല്ല വ്യക്തിയുടെ റൂഹിനെ പിടിച്ചിട്ട് ആ റൂഹിനെയും കൊണ്ട് ഇങ്ങനെ മലക്കുകൾ പോവുകയാണ്. ഹത്താ യൻതഹൗ ഇലാ സമാഇദ് ദുനിയ, അങ്ങനെ 1ാം ആകാശത്തിലേക്ക് ആ റൂഹിനെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. താഴത്ത് ആ ജസദ് ശരീരം കിടക്കുന്നുണ്ട്, ആളുകൾ ചുറ്റും കൂടി കരയുന്നൊക്കെ സന്ദർഭത്തിൽ ആ റൂഹ് അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരിച്ചെടുക്കേണ്ട ആൾക്കാരെ കണ്ണൊന്ന് അടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ റൂഹ് പോണതോർത്തൊരു കണ്ണിങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ റൂഹ് അങ്ങനെ പോവുകയാണ്, മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന റൂഹിനെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസ്തഫ്തിഹൂന ലഹു ഫയുഫ്തഹു ലഹും. ആ ഒരു മലക്കുകൾ ഇങ്ങനെ കൂടിയിട്ട് അവർ 1ാം ആകാശത്തിലെത്തുമ്പോൾ അവിടെ അനുവാദം ചോദിക്കും, ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം, ആ വാതിലും തുറന്നു തരുമെന്ന് ചോദിക്കും. 1ാം ആകാശത്തിൻ്റെ വാതിൽ അവിടെ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖർരിബുഹാ ഇല സമാഇ ലത്തി തലീഹാ. 7 ആകാശങ്ങൾ അങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോരോ ആകാശങ്ങളിലെത്തുമ്പോഴും അവിടെയുള്ള മലക്കുകൾ തൊട്ടടുത്ത ആകാശത്തിലേക്ക് ഈ ഒരു സൽക്കർമ്മം ചെയ്ത വ്യക്തിക്ക് അകമ്പടി പോകുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. മലക്കുകൾ അകമ്പടിയായിട്ട് നമ്മുടെ റൂഹ് സൽക്കർമ്മിയാണെങ്കിൽ നമ്മുടെ റൂഹ് അങ്ങനെ പോവുകയാണ് ആകാശത്തിലേക്ക്. അങ്ങനെ 7 ആകാശങ്ങൾ കടന്നിട്ട് അങ്ങനെ പോകുന്നു. അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ ഫയഖൂലുല്ലാഹു തആല ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ. എൻ്റെ ഈ വ്യക്തിയുടെ, എൻ്റെ ഈ അടിമയുടെ അബ്ദി, എൻ്റെ ഈ അടിമയുടെ കിതാബ് നിങ്ങൾ ഇല്ലിയൂനിൽ എഴുതണം എന്നാണ്. ഇല്ലിയൂൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർകൂം. ആയത്തിൽ നമ്മളെല്ലാവരും കേട്ടതാണ്. ഇല്ലിയൂനിൽ എഴുതണമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൻ്റെ ഏടുകൾ ഇല്ലിയൂനിലേക്ക് മാറ്റിവെക്കുമെന്ന് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ സുഹൃത്തുക്കളെ, ഇല്ലിയൂൻ എന്താണ് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കല്ല ഇന്ന കിതാബൽ അബ്റാരി ലഫി ഇല്ലിയൻ. സുഹൃതം ചെയ്തവർക്ക്, നന്മ ചെയ്തവരുടെ ഏടുകൾ ഫി ഇല്ലിയൻ, അത് ഇല്ലിയൂനിലാകുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. വമാ അദ്റാക മാ ഇല്ലിയൂൻ. ഇല്ലിയൂൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കിതാബും മർക്കൂം, അത് മർക്കൂമായ കിതാബാണ്. എന്താണ് മർക്കൂം എന്ന കിതാബ്? പണ്ഡിതന്മാർ 2 വിശദീകരണങ്ങൾ അവിടെ നൽകുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതെന്നുള്ളത്, മർക്കൂം എന്ന് പറയുമ്പോൾ അത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഏട് എന്നുള്ളതാണ്. ഒരു എഴുതപ്പെട്ട ഏടിലേക്ക് 7ാം ആകാശത്തിലേക്ക് അത് മാറ്റിവെക്കുമെന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരാണ്. രണ്ടാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം, മർക്കൂം അക്കമിട്ട് എഴുതി വെക്കുന്നതാണ്. നമ്മൾ ഓരോരോ കാര്യങ്ങളും അക്കമിട്ടെഴുതിയത് ഇല്ലിയൂനിലേക്ക് മാറ്റിവെക്കുമെന്ന് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരാണ്. യഷ്ഹദുഹുൽ മുഖർറബൂൻ. അത് മാറ്റിവെക്കുന്ന സമയത്ത് അവിടെ മലക്കുകളൊക്കെ സാക്ഷി നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ അടിയാറുകളായ, അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട, അള്ളാഹുവിൻ്റെ അടുപ്പക്കാരായ ആളുകളൊക്കെ അവിടെ സാക്ഷി നിന്നുകൊണ്ട്, നമുക്കൊക്കെ അനുഭവിക്കാനുള്ള ലോകത്തിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. ആ ഒരു ലോകത്തിൽ ആ മലക്കുകളൊക്കെ സാക്ഷി നിന്നുകൊണ്ട്, ഇല്ലിയൂനിലേക്ക് അവൻ്റെ ഏടുകൾ മാറ്റി എഴുതുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചു തരാണ്. സുഹൃത്തുക്കളെ, ഇത് വിശ്വാസികൾക്ക് മാത്രം ലഭിക്കേണ്ട ഒരു മെച്ചാണ്. 1ാം ആകാശത്തും കടന്നിട്ട് 2ാം ആകാശവും കടന്നിട്ട് ആകാശങ്ങൾക്കപ്പുറമുള്ള അവിടെ പോയിട്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള, അതല്ലെങ്കിൽ അവരുടെ ഇല്ലിയൂനിലേക്ക് മാറ്റി എഴുതപ്പെട്ടവൻ അവൻ രക്ഷപ്പെട്ടു. അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രയാസങ്ങൾ അവിടെ ഉണ്ടാകില്ല എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വഅഈദൂഹു ഇലൽ അർളി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇല്ലിയൂനിലേക്ക് മാറ്റി എഴുതിയിട്ട് പറയാൻ വഅഈദൂഹു ഇലൽ അർളി, ഇനി അവനെ ദുനിയാവിലേക്ക് അഥവാ ഭൂമിയിലേക്ക് കൊണ്ടുപോയിക്കോളി എന്നാണ്. അങ്ങനെ മലക്കുകൾ ആ റൂഹുമായിട്ട് വീണ്ടും തിരിച്ചിറങ്ങുകയാണ്. 7 ആകാശവും കടന്നിട്ട് 1ാം ആകാശം വഴി തിരിച്ച് ഇറങ്ങുകയാണ്. ഫഇന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖറ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ പറയാണ്, ആ മണ്ണിൽ നിന്നാണ് അവനെ നാം സൃഷ്ടിച്ചത്, അതിലേക്കാണ് അവൻ്റെ മടക്കവും, അതിൽ നിന്നാണ് ഇനി അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് പറഞ്ഞു തരുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഫതുആദു റൂഹുഹു ഫീ ജസദിഹി ഫയഅതീഹി മലക്കാനി. ഇനി വിചാരണയുടെ ലോകം അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ 7 ആകാശവും കടന്നുപോയ റൂഹുകൾ മലക്കുകളുടെ അകമ്പടിയുമായിട്ട് 7 ആകാശം വഴി
റബ്ബിൻ്റെ അടുക്കലേക്ക് പോയിട്ടുള്ള റൂഹ് തിരിച്ചു വന്നിട്ട് ആ ജസദിലേക്ക്, ആ ശരീരത്തിലേക്ക് വീണ്ടും കയറുകയാണ്. മയ്യത്തിൻ്റെ ഖബറിൽ കിടക്കുന്ന ആ ശരീരത്തിലേക്ക് വീണ്ടും കയറുകയാണ്. പിന്നീട് അവൻ്റെ വിചാരണയുടെ ലോകം ആരംഭിക്കുന്നു. ഫയഅതീഹി മലക്കാനി, 2 മലക്കുകൾ അവൻ്റെ അടുക്കലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആരാണ് 2 മലക്കുകൾ എന്ന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇദാ ഖുബിറൽ മയ്യിത്തു, ഒരു മയ്യത്ത് ഖബറിലാക്കപ്പെട്ടാൽ അതാഹു മലക്കാനി അസ്വദാനി അസ്റഖാനി, അവൻ്റെ അടുക്കിലേക്ക് 2 മലക്കുകൾ വരുന്നതാണ്. അസ്വദാനി അസ്റഖാനി, കറുത്ത മലക്കുകൾ, അസ്റഖാനി നീല കണ്ണുകളുള്ള കറുത്ത മലക്കുകൾ അവൻ്റെ അടുക്കിലേക്ക് വരുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ, മരണത്തിൻ്റെ സമയത്ത് സുഹൃതം ചെയ്തവർക്ക് നല്ല രൂപത്തിൽ വന്നതുപോലെ മലക്ക് അവിടെ വരുന്നില്ല. നല്ല രൂപത്തിൽ വന്നതുപോലെ മലക്ക് അവിടെ വരുന്നില്ല. എല്ലാവർക്കും പേടിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും അവിടെ. എല്ലാവർക്കും മുഅ്മിനാകട്ടെ, കാഫിറാകട്ടെ, തെമ്മാടിയാകട്ടെ, നല്ലവനാകട്ടെ, സുഹൃതം ചെയ്തവനാകട്ടെ, ചീത്തവനാകട്ടെ, എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള ആയിരിക്കും മലക്ക് വരുന്നത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഫയഅതീഹി മലക്കാനി അസ്വദാനി അസ്റഖാനി, കറുത്ത മലക്കുകൾ, അസ്റഖാനി നീല കണ്ണുകളുള്ള, ഏത് സൗന്ദര്യമുള്ള നീലക്കണ്ണുകളല്ല, ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന നീലക്കണ്ണുകളുള്ള 2 മലക്കുകൾ അവിടെ കടന്നു വരുന്നു. യുഖാലു ലി അഹദിഹിമ അൽ മുൻകറു വൽ ആഖറു അൻ നക്കീറു, ഒരു മലക്ക് മുൻകർ, രണ്ടാമത്തത് നക്കീർ, അങ്ങനെ 2 മലക്കുകൾ അവിടെ വ്യക്തിയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. കാഫിറുകൾ പേടിച്ചു വറക്കുന്നതാണ്. ഒരു ഉത്തരം പറയാൻ പോലും കഴിയാതെ ആ മലക്കിനെ കാണുന്നതോടുകൂടി ഒരു വറക്കൽ തുടങ്ങും. പക്ഷേ മുഅ്മിനുകൾക്ക് അള്ളാഹു ഒരു സ്ഥൈര്യം കൊടുക്കുന്നതാണ്. മുഅ്മിനുകളും വറക്കും, മുഅ്മിനുകൾക്ക് പേടി ഉണ്ടാവും, പക്ഷേ അള്ളാഹു ഒരു സ്ഥൈര്യം നൽകും. ആ സ്ഥൈര്യമാണ് ഏത് അറിയാം സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കൂല, മലക്ക് നമ്മൾ ഖബറിലിങ്ങനെ ഇറക്കി വെച്ചാൽ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, നിങ്ങൾ തസ്ബീത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുഹൃത്തുക്കൾ, അത് കുറച്ച് ഗൗരവമുള്ള ലോകമായതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ മുഅ്മിനുകൾ സ്വഹാബത്തൊക്കെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഇതിലും വലിയ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ സ്വഹാബത്ത് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആ ഖബറിൻ്റെ ലോകത്തുള്ള പരീക്ഷണം, അതിൻ്റെ ചോദ്യം ചെയ്യലൊക്കെ അത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്, അബൂബക്കർ റളിയല്ലാഹു തആല എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹുമ്മ സബ്ബിത്ഹു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തസ്ബീത്തിനുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതത്രയും ഗൗരവമുള്ളത് കൊണ്ടാണ് പറഞ്ഞത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഒന്നാമത് കൂരിരട്ടുള്ള ഖബർ 6 അടി മണ്ണിലേക്ക് ചെരിച്ചിങ്ങനെ കടത്തുകയാണ്. അതിൻ്റെ മൂടുകല്ല് വെച്ച് മേലെ മണ്ണിട്ട് മൂടി, പിന്നെ എല്ലാവരും തിരിഞ്ഞു പോകേണ്ട സമയത്ത് ആ ഒരു വ്യക്തി ഇങ്ങനെ ആൾ തിരിഞ്ഞു പോകേണ്ട ആളുകളെ കാലടി ശബ്ദം ഇങ്ങനെ കേൾക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ നമ്മളൊപ്പമുള്ള ആളുകളൊക്കെ പോകുന്നു. കൂരിട്ടുള്ള ഖബറിൽ നമ്മൾ ബേജാറായിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെയാണ് 2 മലക്കുകൾ വരുന്നത് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ആ ഒരു ബേജാർ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗൗരവം, അതിൻ്റെ ബേജാർ നമുക്ക് മനസ്സിലേക്ക് വരും എന്നുള്ളതാണ്. സുഹൃത്തുക്കൾ, ഇതൊന്നൊരു മായാവി കഥയിലെ ഒരു കഥാപാത്രങ്ങളെ കുറിച്ചിട്ടല്ലല്ലോ പറയേണ്ടത്. നമുക്കൊക്കെ കടന്നു പോകാനുള്ളതാണെന്ന് പറയുമ്പോൾ അതൊക്കെ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കേണ്ടതുണ്ട്. ഫയുജിലിസാനിഹി ഫയഖൂലാനി ലഹു മൻ റബ്ബുക, ചോദ്യോത്തരം ആരംഭിക്കണം. ഫയുജിലിസാനിഹി, ആ ചെരിഞ്ഞു കിടക്കുന്ന ആ മയ്യത്തിനെ അവിടെ നീച്ചിരുത്തുന്നതാണ്. അതെങ്ങനെയായിരിക്കും നീപ്പിച്ചിരുത്തുക? മണ്ണൊക്കെ മൂടിക്കിടന്ന് ടൈറ്റായി നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും നീപ്പിച്ചിരുത്തുക എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളത് മനസ്സിലാക്കുക. അതെങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. ഫയുജിലിസാനിഹി, അവൻ അവിടെ എണീച്ചിരുത്തും. ഫയഖൂലാനി ലഹു മർ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ഒന്നാമത്തെ ചോദ്യം വരികയാണ്. ഫയഖൂലു റബ്ബി അല്ലാഹ്, മുഅ്മിനായ നല്ലവനായ ആൾക്ക് പറയാൻ കഴിയും റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണ്. ആ മലക്കൾ വീണ്ടും ചോദിക്കുകയാണ്, മമാ ദീനുക, നിന്റെ ദീൻ ഏതാണ്, നിന്റെ മതം ഏതാണ്? ഫയഖൂലു ദീനിയൽ ഇസ്ലാം, എൻ്റെ ദീന് പരിശുദ്ധമായ ഇസ്ലാമാണ്. വീണ്ടും ചോദിക്കുന്നു, മാ ഹാദർ റജുലുല്ലദി ബുഇസ ഫീക്കും, നിങ്ങളിലേക്ക് നിയോഗിതനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടാണ് അവിടെ ചോദ്യം വരേണ്ടത്. പ്രവാചകനെ പറ്റി ചോദിക്കുമ്പോൾ അവർ പറയും ഹുവ റസൂലുള്ളാ, മുഹമ്മദ് റസൂലാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് അവർ ഉത്തരമായിക്കൊണ്ട് പറയുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ച് നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഫത്താനിൽ ഖബരി ഫഖാല ഉമർ അതുറദ്ദു അലൈനാ ഉഖൂലുനാ യാ റസൂലല്ലാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലക്കുകളുടെ ഈ ഒരു ചോദ്യോത്തരം, ആ വിഷയങ്ങളും അതിൻ്റെ ഫിത്നകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കാണ്, അതുറദ്ദു അലൈനാ ഉഖൂലുനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അന്ന് ഞങ്ങൾക്ക് ഇന്നുള്ളതുപോലെ ചിന്തിക്കാനൊക്കെയുള്ള ബുദ്ധി ഉണ്ടാകുമോ?
കാരണം ബേജാറായി നിൽക്കുകയാണ്, പ്രയാസമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നഅം കഹൈഅതികുമുൽ യൗമ, നിങ്ങൾ ഇന്നെപ്രകാരമാണോ ഉള്ളത്. അന്നൊരു പ്രത്യേകിച്ചൊരു ധൈര്യത്തിൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇന്നെപ്രകാരമാണോ ഉള്ളത്, അതുപോലെ ഖബറിൽ നിങ്ങൾക്ക് ആ മലക്കുകളെ കാണേണ്ടി വരും, ആ ഫിത്നകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു തആല അത്ഭുതത്തിൻ്റെ ചില വാക്കുകൾ പറയുന്നതായിക്കൊണ്ട് ഹദീസുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ അബ്ദു ഇദാ വുദിഅ ഫീ ഖബ്രിഹി വതുവല്ലിയ വദഹബ അസ്ഹാബുഹു ഹത്താ ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം. അവരുടെ ചെരുപ്പിൻ്റെ കാലടി ശബ്ദം, അതല്ലെങ്കിൽ ചെരുപ്പിൻ്റെ ആ ഒരു ശബ്ദം പോലും മലക്ക് ആ ഖബറിലുള്ള ആളുകൾ കേൾക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നെ. ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാറിനെ തേടണേ. വസലു ലഹു തസ്ബീത, തസ്ബീത്തിനെ നിങ്ങൾ തേടണേ. ഫഇന്നഹുൽ ആന യുസ്അൽ, നിങ്ങൾ തിരിഞ്ഞു പോരുമ്പോഴേക്കും അവൻ്റെ വിചാരണ അവിടെ ആരംഭിക്കുകയാണ്, അതല്ലെങ്കിൽ അവൻ്റെ ചോദ്യം ചോദിക്കൽ അവിടെ ആരംഭിക്കുകയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മൾ ഞാൻ ആലോചിച്ച് നോക്കേണ്ടത്, ഏതൊരു മയ്യത്തിനെയും ആ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ അവിടെ ആ മയ്യത്തിനെ കുറിച്ച് ഒരു ബേജാറിൻ്റെ ലോകം ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ആ ഒരു ലോകത്തിലേക്ക് കടന്നു പോകാനുള്ളവരാണ് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിക്കൊണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മൻ റബ്ബുക, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്നൊക്കെ ഉത്തരം പറയാൻ സാധിക്കണമെങ്കിൽ അവന് ജീവിതം കൊണ്ട് അവൻ കാണിച്ചവനായിരിക്കണം എന്നുള്ളതാണ്. ജീവിതം കൊണ്ട് എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്നവൻ ജീവിതം കൊണ്ട് കാണിച്ചവനെ അതിൻ്റെ മറുപടി സുഗമമായിക്കൊണ്ട് പറയാൻ സാധിക്കുമെന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അവൻ്റെ ജീവിതത്തിൽ ലക്ഷാധികാരിയായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ തന്നെ അവൻ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ റബ്ബിനെ ധിക്കരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ കടന്നു വരുമ്പോൾ അത്ര സുഗമമായിക്കൊണ്ട് നമുക്ക് ആ മറുപടി പറയാൻ സാധിക്കുമോ? എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, എന്നെ എന്നൊന്നും വീക്ഷിക്കുന്ന എപ്പോഴും കാണുന്ന എൻ്റെ റബ്ബ് അല്ലാഹുവാണെന്ന് സ്ഥൈര്യത്തോടെ പറയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ നമ്മുടെ ജീവിതം കൊണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ റബ്ബിന് നമുക്ക് ഗാംഭീര്യം നൽകുവാൻ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾ എന്താണ് റബ്ബിനൊരു വഖാറ് കൊടുക്കാത്തത് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചോദിക്കുമ്പോൾ സുഹൃത്തുക്കളെ, റബ്ബിനൊരു ഗാംഭീര്യം കൊടുക്കുവാൻ അതിൻ്റെ റബ്ബാണ്, എന്നെ വീക്ഷിക്കുന്നവനാണ്, എനിക്ക് റിസ്ക് നൽകുന്നവനാണ്, എനിക്ക് താമസം നൽകിയവനാണ്, എനിക്ക് സുഖങ്ങൾ നിഅമത്തുകൾ വാരിക്കോരി നൽകിയവനാണ് എന്നുള്ള എൻ്റെ റബ്ബിനെ കുറിച്ചൊരു ഇഷ്ടം തോന്നുവാനും അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് റബ്ബി അല്ലാ, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്നുള്ള മറുപടി സുഗമമായിക്കൊണ്ട് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് റസൂലാണ് എന്ന് പറയുവാൻ സാധിക്കണമെങ്കിൽ ആ റസൂലിനെ റസൂലായിക്കൊണ്ട് കാണുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ വെറുതെ പറയേണ്ടതല്ല, നേരെ മറിച്ച് ആ റസൂലിനെ റസൂലായിക്കൊണ്ട് കാണുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം അവിടെ നമുക്ക് നിയമമാകുകയാണ്. എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട റസൂലിനെയാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടേണ്ട റസൂലിനെയാണ്. റസൂൽ പറഞ്ഞിട്ടൊരു കാര്യം പറയുമ്പോൾ നമുക്കതൊരു പ്രയാസമായിക്കാണ്, നമുക്കതിലപ്പുറം അതല്ല മറ്റൊരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, എൻ്റെ മുഹമ്മദ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് പറയാൻ നമുക്ക് സുഗമമായിക്കൊണ്ട് അവിടെ ഖബറിൽ സാധിച്ചു കൊള്ളണം എന്നില്ല എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമായിക്കൊണ്ട് ജനിച്ചത് കൊണ്ടോ ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചത് കൊണ്ടോ ഒരിക്കലും ആ ഒരു ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമുക്ക് സാധിക്കുകയില്ല. ചോദ്യം വീണ്ടും തുടരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് ഫയഖൂലാനി ലഹു വമാ ഇൽമുക, ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ നിനക്ക് അറിവായിക്കൊണ്ട് ലഭിച്ച നിന്റെ അറിവ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സുകൃതം ചെയ്ത വ്യക്തി പറയുന്നു, ഖറഅതു കിതാബല്ലാഹി ഫആമൻതു ബിഹി വസദ്ദഖതു, ഞാൻ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, വസദ്ദഖതു, ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ ഒരുപാട് ഓതി എന്നല്ല പറഞ്ഞത്, എങ്ങനെ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്തു എന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് വസദ്ദഖതു, ഞാനതിനെ സത്യപ്പെടുത്തി. പരിശുദ്ധ ഖുർആനിനെ സത്യപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ സുഹൃത്തുക്കൾ അതിലെന്താണ് പറയേണ്ടതെന്ന് അറിയണ്ടേ? ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത് എന്നറിയാതെ പിന്നെ നമ്മൾ സത്യപ്പെടുത്തുക. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ കേവലം അതിൻ്റെ പാരായണത്തിന് കൂലിയുണ്ട്, അതില്ല എന്നല്ല പറയേണ്ടത്, അതിന് ഒരുപാട് കൂലിയുണ്ട്. പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് കൂലി അതിന് പ്രത്യേകിച്ചുണ്ട്. പക്ഷെ അതൊന്നല്ല പറയേണ്ടത്, നേരെ മറിച്ച് അതിൻ്റെ ആശയ തലങ്ങളെ അറിയുവാൻ പഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു പുരുഷായുസ് ലഭിച്ചിട്ട് ഒരു ആയുസ് ലഭിച്ചിട്ട് 60-70 കൊല്ലം റബ്ബിൻ്റെ അബിദാണ്, റബ്ബിൻ്റെ അടിമയാണെന്ന് പറഞ്ഞ് ഭൂമിയിൽ ജീവിച്ചിട്ട് പരിശുദ്ധമായ ഖുർആനിനെ ഒരാവർത്തിയൊന്നും
ഒന്ന് വായിക്കുവാൻ അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങളൊന്ന് പഠിക്കുവാൻ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ എങ്ങനെയാണ് ആത്മാർത്ഥമായിക്കൊണ്ട് സ്വദ്ദഖ്തു ബിഹി എന്ന് പറയാം? അതിനെ സത്യപ്പെടുത്തി നമ്മൾ എങ്ങനെ പറയാം? അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനെ നമ്മൾ പാരായണം ചെയ്യുന്നതിലപ്പുറം അതിൻ്റെ കാമ്പുകളെ അടുത്തറിയുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റം ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതിൻ്റെ കാമ്പുകളെ അടുത്തറിഞ്ഞ ആ ജീവിതത്തിൽ മൊത്തം ഒരു തെളിമ കിട്ടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ മലക്കുകൾ കടന്നു വരുമ്പോൾ അവിടെ കയ്യിൽ ഒരു ഇരുമ്പിൻ്റെ ദണ്ടുണ്ടാവുന്നതാണ്, ഇരുമ്പിൻ്റെ ഒരു വടി ഉണ്ടാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, മാ മിന്ന അഹദുൻ യഖൂമു അലാ റഅസിഹി മലക്കുൻ ഫീ യദിഹി മിത്റാഖുൻ ഇല്ലാ ദഹല ഇൻദ ദാലിക. റസൂലേ, കൂരാക്കൂരിട്ടുള്ള ഖബറിൽ ആ രണ്ട് മലക്കുകൾ വന്നിട്ട് ഭീകരരൂപികളായ രണ്ട് മലക്കുകൾ കയ്യിലൊരു ദണ്ടുമായിട്ട് വരുമ്പോൾ സുഹൃത്തുക്കളെ, റസൂലേ ഞങ്ങൾക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇല്ലാ ദഹല ഇൻദ ദാലിക. അന്ന് ബേജാറാത്ത ആരാണ് ഉണ്ടാവുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചോദിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു ളാലിമീൻ. അന്നവർക്ക് സ്ഥൈര്യം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതിയിട്ട് സ്വഹാബത്തിന് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, അന്ന് ബേജാറാവുമെങ്കിൽ ഈമാൻ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. അടുത്തൊരു വിഷയം എന്നുള്ളത്, ആ ഒരു വ്യക്തിക്ക് ഒരു മുഅ്മിനാണ് എങ്കിൽ ആദ്യം നരകത്തെ സ്വർഗത്തിൽ ഖബറിൽ കാണിച്ചു കൊടുക്കുക സ്വർഗമല്ല. ഒരു വ്യക്തിക്ക് ഒരു മുഅ്മിനാണ് എങ്കിൽ ആദ്യം കാണിച്ചു കൊടുക്കുന്ന നരകമാണ്. ഹദീസുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അമ്മാ ഫിത്നത്തുൽ ഖബരി ഫബി തുഫ്തനൂൻ, എന്നെക്കുറിച്ച് നിങ്ങൾ ഖബറിൽ ചോദിക്കപ്പെടും. വഅന്നി തുസ്അലൂൻ ഫഇദാ കാന അർറജുലു സ്വാലിഹു ഉജ്ലിസ ഫീ ഖബരിഹി ഗൈറ ഫസ്ഇൻ. അവനെ ഖബറിൽ ഇങ്ങനെ എണീപ്പിച്ചിരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവൻ ഇതെൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് അവൻ സത്യപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ അവന് ഒരു വെടവോടെ ഖബറിൽ ഉണ്ടാവുന്നതാണ്. ഒരു വെടവ് അവിടെ ഖബറിൽ ഉണ്ടാകും. ഫയുഫറജു ലഹു ഫുർജതൻ ഖിബലൻ നാർ, നരകത്തിലേക്ക് തുറക്കുന്ന ഒരു കവാടം ഖബറിൽ നിന്ന് തുറക്കപ്പെടുന്നതാണ്. അവൻ ആദ്യം കാണിച്ചു കൊടുക്കുക നരകമാണ്. ഒരു മുഅ്മിനിന് ആദ്യം കാണിച്ചു കൊടുക്കുക ഖബറിൽ നരകമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നരകത്തിലേക്ക് അവനിങ്ങ് നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, യുഹത്തിമു ബഅ്ദുഹാ ബഅ്ദാ. ആ നരകത്തിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രംഗം അവൻ കാണുന്നു. ഫയുഖാലു ലഹു ഉൻദുർ ഇലാ മാ വഖാകല്ലാഹ്, നിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ആ നരകമൊന്ന് നീ നോക്ക് എന്ന് അവന് കാണിച്ചു കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ അവന് സന്തോഷമാവുകയാണ്. തുമ്മ യുഫറജു ലഹു ഫുർജതൻ ഇലൽ ജന്ന, നരകത്തിലേക്കുള്ള കവാടം കാണിച്ചു കൊടുത്തിട്ട് പിന്നെ സ്വർഗ്ഗത്തിന്റെ കവാടം മറ്റൊരു ദിശയിലേക്ക് തുറക്കപ്പെടുന്നു. വയൻദുറു ഇലാ സഹറതിഹാ വമാ ഫീഹാ, ആ സ്വർഗ്ഗത്തിന്റെ സുഖങ്ങളിലേക്ക് അവൻ നോക്കുമ്പോൾ അവൻ അതിൻ്റെ ആസ്വാദനങ്ങളിലേക്ക് അങ്ങനെ കാണുകയാണ്. ഒരു വിടവിലായിക്കൊണ്ട് അവൻ സ്വർഗ്ഗത്തെ കാണുകയാണ്. ആ സ്വർഗ്ഗത്തെ അങ്ങനെ കാണേണ്ട സമയത്ത് ഇവയുക്കാലുലഹു അവരോട് പറയുമെന്നാണ്, അലൽ യഖീനി കുൻത വഅലൈഹി മുത്ത വഅലൈഹി തുബഅസു ഇൻഷാ അല്ലാഹ്, നീ എന്തിനു വേണ്ടിയാണ് പണിയെടുത്തത്? ആ സ്വർഗ്ഗമാണ് ആ കാണുന്നത് എന്ന് അവന് കാണിച്ചു കൊടുക്കും. വഹാദാ മഖഅദുക മിൻഹാ, നിനക്കിനി നടന്നു കയറാനുള്ള ലോകം സ്വർഗ്ഗമാണ് എന്നവൻ ഖബറിലെ അവൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഖബറിൽ അവൻ തിരിച്ചറിയാണ് എൻ്റെ ലോകം സ്വർഗ്ഗമാണെന്നവൻ തിരിച്ചറിയുന്നു. ഫയുനാദി മുനാദിം മിനസ്സമാ, ആകാശലോകങ്ങളിൽ നിന്നും വിളിച്ചു പറയുന്ന ഒരു മലക്ക് വിളിച്ചു പറയുന്നു, അൻ സദ്ദക അബ്ദി ഫഫരിശൂ ലഹു മിനൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു പുതപ്പ് വിരിപ്പിച്ചു കൊടുക്കൂ. ആ വ്യക്തിക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു പുതപ്പ് വിരിപ്പിച്ചു കൊടുക്കൂ ഖബറിലേക്ക് എന്ന് ആകാശത്ത് നിന്നും ഒരു മലക്ക് വിളിച്ചു പറയുകയാണ്. വബിൽ മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഒരു വസ്ത്രം അവന് അണിയിപ്പിക്കൂ. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു വാതിൽ അവന് തുറന്നിട്ട് കൊടുക്കൂ എന്നുള്ളതാണ്. ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ, ആ സ്വർഗ്ഗത്തിന്റെ പരിമളം അവന് കിട്ടട്ടെ എന്ന് ആ മലക്ക് ആകാശത്തു നിന്നും അവിടെ വിളിച്ചു പറയുന്നവൻ സുഖമായിക്കൊണ്ടവൻ മറുപടി പറയുമ്പോൾ, ചോദ്യങ്ങൾക്ക് അവൻ കൃത്യമായിക്കൊണ്ടവൻ മറുപടി പറയുമ്പോൾ ആകാശത്തു നിന്ന് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയും എന്നുള്ളതാണ്. വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസ്രിഹി, അവന് കണ്ണെത്തുന്നിടത്തേക്ക് ആ ഖബർ വിശാലമായി
വിശാലമാവുകയാണ്. ആ ഖബർ അങ്ങനെ വിശാലാകുന്നതാണ്. ഇടുക്കമായ ഖബറിലേക്ക് ഒന്ന് മലർത്തി കിടത്താൻ പോലും പറ്റാത്ത ഖബറിലേക്ക് അവനെ കിടത്തിയിട്ട് തിരിച്ചു പോരുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം പറയുമ്പോൾ ഖബറിൻ്റെ ഒന്നാമത്തെ ഇടുക്കം, സുഹൃത്ത് അത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഖബറിൻ്റെ ഒന്നാമത്തെ ഇടുക്കം അത് എല്ലാവർക്കും ഉണ്ട്. ഖബറിൻ്റെ ഒന്നാമത്തെ ഇടുക്കം അത് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത് അവിടെയാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു മരിക്കേണ്ട സമയത്ത് അള്ളാഹുവിൻ്റെ അർശ് പോലും കെടിലം കൊണ്ടുവന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ആ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നു ആരെങ്കിലും ഖബറിൻ്റെ ഒന്നാമത്തെ ഇടുക്കത്തിൽ നിന്നും രക്ഷപ്പെടുമെങ്കിൽ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവൻ്റെ വാരിയല്ലുകൾ കോർക്കപ്പെടുകയാണ്. ആ ഒരു ബേജാറിൽ നിന്നും അവൻ്റെ ഖബറിൻ്റെ വിശാലത ലഭിക്കുന്നു. വയുഫ്സഹു ലഹു ഫീ ഖബരിഹി 70 ദിറാഅൻ ഫീ 70 മുഴം നീളവും വീതിയുമാണെന്ന് മറ്റു ഹദീസുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. സുമ്മ യുനവ്വിറു ലഹു ഫീഹി ഇരുട്ടിൻ്റെ ഖബറിലേക്ക് അവന് വെളിച്ചം കൊടുക്കുകയാണ്. അവന് ഇരുട്ടിൻ്റെ ഖബറിലേക്ക് അവന് വെളിച്ചം കിട്ടുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഫയഖൂലു ഇർജിഉ ഇലാ അഹ്ലി ഫഉഖ്ബിറുഹും. ഇത്രയും സുഖങ്ങൾ ഖബറിൽ ലഭിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നൊരു വാക്ക് അത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുക്കലേക്കൊന്ന് പോകട്ടെ. ഫഉഖ്ബിറുഹും, ഈ സുഖങ്ങളെപ്പറ്റി ഞാനെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ. എനിക്ക് ലഭിച്ച സുഖങ്ങളെപ്പറ്റി, ഖബറിൽ ലഭിക്കുന്ന സുഖങ്ങളെപ്പറ്റി ഞാൻ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അവർക്കതിനു വേണ്ടി ഒരുങ്ങാമല്ലോ എന്ന് ആ വ്യക്തി അനുവാദം ചോദിക്കുന്നു. ആ മലക്കുകൾ വീണ്ടും പറയുന്നു, ഫയഖൂലാനി നംകനൗമത്തിൽ അറൂസ്, പുതുമാരനെ പോലെ നീ ഉറങ്ങിക്കൊള്ളുക, ഒരു പുതുമാരനെ പോലെ നീ സുഖമായി കൊണ്ട് ഉറങ്ങിക്കൊള്ളുക എന്ന് അവനോട് പറയുകയാണ്. അല്ലദീ ലാ യൂഖിലുഹു ഇല്ലാ അഹബ്ബു അഹ്ലിഹി ഇലൈഹി, അവൻ്റെ ഭാര്യ അവനെ, അതിൽ അവൻ്റെ ഇണ അവനെ വിളിച്ചുണർത്തുമെന്നതുപോലെ, ആ ഒരു പ്രതീക്ഷയിൽ അവൻ ഉറങ്ങുന്നത് പോലെ പുതുമാരൻ്റെ ഉറക്കം ഇനി ഉറങ്ങിക്കൊള്ളുക എന്ന് പറയുകയാണ് മലക്കുകൾ. ഹത്താ യബ്അസഹുല്ലാഹു ഫീ മൽജഇഹി ദാലിക, ഈ ഒരു ഖബറിൻ്റെ ലോകത്ത് നിന്നും നിന്റെ റബ്ബ് വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഖിയാമത്ത് നാളിൻ്റെ അന്ന് നിന്നെ വിളിച്ചുണർത്തുന്നത് വരെ നീ ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിൻ്റെ പരിമളമേറ്റ്, സ്വർഗത്തിൻ്റെ വസ്ത്രം ധരിച്ച്, സ്വർഗത്തിൻ്റെ പുതപ്പണിഞ്ഞിട്ട്, സ്വർഗത്തിൻ്റെ ആ മലക്കുകളുടെ വിളിയാളവും കേട്ടിട്ട് അവൻ ഉറങ്ങുകയാണ് എന്ന് ഹദീസുകളിലൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോൾ സുഹൃത്തുക്കളെ, നൂറ്റാണ്ടുകളോളം അവനിവിടെ ഖബറിൽ കടന്ന് ഉറങ്ങുകയാണ്. അത് മുഅ്മിനിൻ്റെ, ഒരു സത്യവിശ്വാസിയുടെ, ഒരു നല്ല സുഹൃതം ചെയ്ത ആളുടെ ലോകമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ അങ്ങേപ്പുറത്ത് എന്തുണ്ട്, ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു ഖബറിൻ്റെ ലോകം കൂടി ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന തെമ്മാടികളായിട്ടുള്ള ആളുകളുടെ ഖബറിൻ്റെ ലോകമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സുഗതം ചെയ്ത ആളുടെ അടുക്കലേക്ക് ആ ഒരു സമയത്ത് അവൻ ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു വ്യക്തി കടന്നു വരുന്നതാണ്. ഹസനുൽ വജ്ഹി ഹസനു സിയാബി ത്വയ്യിബുർ റായിഹ, സുഗന്ധം പൂശുന്ന മണമുള്ള, സുഗന്ധപൂരിതമായ മണമുള്ള ഒരു വ്യക്തി, നല്ല മുഖമുള്ള ഒരു വ്യക്തി അവിടേക്ക് കടന്നു വരികയാണ്. അവൻ ചോദിക്കും, അബ്ശിർ ബില്ലദി യസുറുക ഹാദാ യൗമുകല്ലദി കുൻത തുഅദ്. എന്നിട്ട് ആ വ്യക്തി പറയുമെന്നാണ്, നീ സന്തോഷിച്ചോ, നിനക്ക് നിന്റെ റബ്ബ് വാഗ്ദാനം ചെയ്ത സുഖങ്ങളെ കൊണ്ട് നീ സന്തോഷിച്ചോ എന്ന് അവന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, മൻ അൻത ഫവജ്ഹുകൽ വജ്ഹുൽ ലദീ യജീഉ ബിൽ ഖൈരി, ഒരു നല്ല വാർത്തയുമായിട്ട് വരുന്ന ഒരാളുടെ മുഖം പോലുണ്ടല്ലോ നിന്റെ മുഖം, സുന്ദരമായ മുഖമുള്ളവനെ നീ ആരാണെന്ന് ആ മയ്യത്ത് ചോദിക്കുകയാണ്. ഖബറിൽ കിടക്കുന്ന വ്യക്തി ചോദിക്കുകയാണ്. അവൻ പറയുന്നു, ആ വന്നിട്ടുള്ള സുന്ദരമായ പരിമളമായ മുഖമുള്ള, പരിമളം പരത്തുന്ന സുഗന്ധമുള്ള ആ വ്യക്തി പറയുകയാണ്, അന അമലുക സ്വാലിഹ്, നിന്റെ സുഹൃതങ്ങളാണ് ഞാൻ, നിന്റെ അമാലു സ്വാലിഹാത്തുകളാണ് ഞാൻ എന്ന് ആ വ്യക്തി പറയുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളുടെ അമലുകൾ ഒരു വ്യക്തിയായിക്കൊണ്ട്, സുന്ദരമായ വ്യക്തിയായിക്കൊണ്ട് ഖബറിലേക്ക് വന്നിട്ട് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ഒരു വ്യക്തിയായിക്കൊണ്ട് വരുവാൻ മാത്രമുള്ളതുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവൻ പറയുന്നു, റബ്ബി അഖിമിസ്സാഅത ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, റബ്ബേ ഇപ്പണ്ട് ഖിയാമത്ത് നാൾ നടത്തിക്കൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നതാണ്.
റബ്ബി അഖിമിസ്സാ, എനിക്കിപ്പോൾ ഖിയാമത്ത് നാൾ നടത്തിക്കൊണ്ടോ, എന്നാൽ സ്വർഗത്തിലേക്കാണ് അവൻ്റെ റൂട്ട്, അവൻ്റെ സ്വർഗത്തിലേക്കുള്ള റൂട്ടിൽ അവൻ കൊതിച്ചു പോകുന്നു. ഇപ്പോൾ ഖിയാമത്ത് നാൾ നടത്തിക്കൊണ്ട എന്ന് റബ്ബിനോട് അവൻ ആവശ്യപ്പെടുന്നു. അവൻ പിന്നീട് ഉറക്കത്തിലേക്കാണ് എന്ന് ഹദീസുകളുടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. സുഹൃത്തുക്കളെ, തിന്മ ചെയ്തിട്ടുള്ള ആളുകളുടെ അടുക്കിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നു. ഒരൊറ്റ ചോദ്യത്തിനും ഹാ ഹാ എന്ന് പറഞ്ഞുകൊണ്ട് ലാ അദിരി, എനിക്കറിയുകയില്ല എന്നവൻ ബേജാറ് കൊണ്ട് പറയുന്നു. അവന് സ്ഥൈര്യം ലഭിക്കുന്നില്ല. മലക്കുകളെ കാണുമ്പോഴേക്ക് അവൻ വിറച്ചു പോവുകയാണ്. ഇരുമ്പിൻ്റെ ദണ്ടിൻ്റെ വടിയേറ്റുകൊണ്ട് അവൻ താഴ്ന്നു പോകുന്നുവെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഒരു മോശം വസ്ത്രം ധരിച്ച, അതല്ലെങ്കിൽ മോശമായ ഒരു മുഖമുള്ള, ഒരു വളിഞ്ഞ മുഖമുള്ള ഒരു വ്യക്തി അവിടേക്ക് കടന്നു വരുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ്, നിനക്കുള്ള നരകത്തിൻ്റെ സുഖം നീ അറിഞ്ഞോ എന്ന് അവനോട് പറയുമ്പോൾ, നിനക്കുള്ള പ്രയാസത്തിൻ്റെ സുഖങ്ങൾ നീ അറിഞ്ഞോ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? അവൻ പറയുന്നു, ഞാൻ നിൻ്റെ തിന്മകളാണെന്ന് പറയുമ്പോൾ തിന്മകൾ മോശമായ വ്യക്തിയുടെ രൂപത്തിൽ അവിടേക്ക് കടന്നു വരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഖബറിൻ്റെ ലോകമെന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ലോകമല്ല, ഭീകരതയുടെ ലോകമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖബറിൻ്റെ ലോകത്ത് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളെ റബ്ബി അല്ലാഹ് എന്ന് പറയുമ്പോൾ റബ്ബല്ലാഹു ആണെന്ന് ജീവിതം കൊണ്ട് കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് റസൂലുള്ളാഹ് ആണെന്ന് പറയുമ്പോൾ അത് ജീവിതം കൊണ്ട് കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ഇൽമ് അത് അള്ളാഹു പരിശുദ്ധമായ ഖുർആനാണ്, ഞാനതിനെ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതം കൊണ്ട് ജീവിതത്തിൽ സത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഖുർആനിൻ്റെ മേൽഭാഗം വായിച്ചു പോയത് പോലെയല്ല, അതിൻ്റെ ആശയതലങ്ങളെ പഠിക്കുവാൻ നമ്മൾ ഷെഡ്യൂളുകൾ ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഖബറിൻ്റെ ലോകത്ത്, ബർസഖിൻ്റെ ലോകത്ത് വിശാലമായി കൊണ്ട് നടന്നു കയറുവാനും ശേഷം സ്വർഗത്തിലേക്ക് നടന്നു കയറുവാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അടിക്കുവാൻ പ്രത്യേക മലക്കുകൾ പോലും നരകത്തെ ഖബറിലുണ്ട് എന്ന് മറ്റു ചില ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മുൻകർ നക്കീറിന് പുറമെ ചില മലക്കുകളെ അടിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം അടിക്കാരായിക്കൊണ്ട് ചില മലക്കുകളെ ഖബറിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഹദീസുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഖബറിൽ പാമ്പുകളുണ്ട്, 7 തലകളുള്ള പാമ്പുകൾ വരുമെന്നൊക്കെ ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വയഖ്ദിശൂനഹു വയൽസഊനഹു, ആ പാമ്പുകൾ അവനെ കടിക്കുകയും മറ്റും പ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമെന്നൊക്കെ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ സുകൃതം ചെയ്തവർക്ക് മാത്രമേ ഖബറിൻ്റെ ലോകത്ത് രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഖബർ കണ്ടപ്പോൾ കരഞ്ഞത്. ഖബർ കണ്ടപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കരയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഞാൻ ഈമാനുള്ള വ്യക്തിയല്ലേ, ഞാൻ ഒരുപാട് നന്മ ചെയ്തവനല്ലേ, ഒരുപാട് നന്മകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചവനല്ലേ എന്നൊന്നും ആലോചിച്ച് സമാധാനപ്പെട്ടില്ല. നേരെ മറിച്ച് ഖബർ കാണുമ്പോൾ കരയുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ ബേജാറായിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്രത്തോളം അതിലേക്ക് ബേജാറാകേണ്ടതുണ്ട്, അതിലേക്ക് എത്രത്തോളം ഒരുങ്ങേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും കേട്ടതിലുപരി ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഫലസ്തീനിൻ്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ. അള്ളാഹുവേ, ഞങ്ങൾ വൈകുന്നേരമാകുമ്പോഴേക്ക് ഭക്ഷണം കിട്ടാത്തതിൻ്റെ, വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രയാസം അറിയുകയാണ്. അള്ളാഹുവേ, ഭക്ഷണം കിട്ടാതെ വിശപ്പിനാൽ മരണപ്പെടുന്ന ഒരുപാട് ആളുകൾ ഫലസ്തീനിലുണ്ട്. എല്ലാവരുടെയും പ്രയാസത്തിൽ നിന്ന് ദൂരീകരിച്ച് നൽകണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിൻ്റെ സ്വർഗ്ഗലോകത്തിൽ അല്ല ജന്നാത്തിൽ ഫിർദൗസിലേക്ക് നീ വഴി നടത്തണേ റഹ്മാനെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.